Realme Narzo N53 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 9000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Realme Narzo N53 എന്ന ഫോണിന്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. നമ്മൾ ആദ്യം എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ മിനി ക്യാപ്സ്യൂൾ എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. അതായത് iPhone 14 Pro സീരീസിൽ ഡൈനാമിക് ഐലൻഡ് എന്നുള്ള ഫീച്ചർ വന്നിട്ടുണ്ടായിരുന്നു. അതായത് നോച്ചിന്റെ ആ ഒരു ഭാഗത്ത് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ആയിരുന്നു. അതുപോലുള്ള ഒരു ഫീച്ചർ ഈ ഒരു ഫോണിലും വരുന്നുണ്ട്. ഇതിൽ ബാറ്ററി പെർസെൻറ്റേജ്, അതുപോലെ തന്നെ കോൾ നോട്ടിഫിക്കേഷൻ, പിന്നെ ചില നോട്ടിഫിക്കേഷൻസ് ഒക്കെ കാണിക്കുന്നതായിരിക്കും. ഇത് സോഫ്റ്റ്വെയർ ഫീച്ചറാണ്, എന്നാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ ഡിസ്പ്ലേയിൽ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതും വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിൽ പറയാവുന്നതാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ ചുരുക്കം ഫോണുകളിൽ മാത്രമേ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൽ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 9000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വന്നാലും അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ആ ഒരു ടൈമിലാണ് ഇതിൽ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വരുന്നത്. അപ്പം അത് ശരിക്കും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പം അതൊക്കെയാണ് എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിൽ പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഈ പ്രൈസ് റേഞ്ചിൽ വലിയ തരക്കേടില്ല എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ 5000 mAh ബാറ്ററി ഇതിൽ കൊടുത്തിട്ടുണ്ട്. തരക്കേടില്ലാത്ത ബാറ്ററി കപ്പാസിറ്റിയാണ്. പിന്നെ ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആ ബാറ്ററി നമുക്ക് മൊത്തത്തിൽ എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിൽ ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ ഡിസ്പ്ലേ ഫീച്ചേഴ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 6.74 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. 9000 രൂപ പ്രൈസ് റേഞ്ചിൽ HD റെസൊല്യൂഷൻ മാത്രമേ വരുന്നു എന്നുള്ളത് വലിയൊരു കംപ്ലൈൻ്റ് ആയിട്ട് പറയുന്നില്ല. ചില ഫോണുകളിലൊക്കെ ഫുൾ HD റെസൊല്യൂഷൻ വരുന്നുണ്ട്. എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ HD റെസൊല്യൂഷൻ മാത്രമേ വരുന്നു എന്നുള്ളത് ഓക്കെയാണ്. പിന്നെ IPS LCD പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 180 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഇതിൽ വരുന്നുണ്ട്. പിന്നെ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചാണ് ഫോണിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് വലിയൊരു കംപ്ലൈൻ്റ് ആയിട്ട് പറയുന്നില്ല. പിന്നെ ഏകദേശം 90.3% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഈ ഫോണിൽ വരുന്നുണ്ട്. ഫോണിൻ്റെ ബ്രൈറ്റ്നസ് വരുന്നത് 450 നിറ്റ്സ് ആണ്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സൊക്കെ Realme Narzo N53 കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ്. ഫോണിൻ്റെ തിക്നെസ് വരുന്നത് 7.49 mm ആണ്. അപ്പം അത്ര തിക്നെസ് കൂടിയ ഒരു ഫോണൊന്നുമല്ല, അത്യാവശ്യം തിന്നായിട്ടുള്ള ഒരു ഫോണാണ് എന്നൊക്കെ പറയാവുന്നതാണ്. പിന്നെ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 182 gram ആണ്. ഈ ഒരു ഫോണിൻ്റെ ഫെദർ ബ്ലാക്ക് അതുപോലെ തന്നെ ഫെദർ ഗോൾഡ് എന്നീ 2 കളർ വേരിയൻസ് ആണ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ unisoc T612 എന്ന പ്രോസസ്സർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. 9000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ബെസ്റ്റാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തിരക്കേടില്ലാത്തൊരു പ്രോസസ്സറാണ്. അപ്പോൾ തിരക്കേടില്ലാത്തൊരു പ്രോസസ്സറൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ 5G സപ്പോർട്ടൊന്നും വരുന്നില്ല. മാക്സിമം 4G സപ്പോർട്ടേ ഈ ഫോണിൽ വരുള്ളൂ. പക്ഷേ 9000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇപ്പോഴത്തെ ഒരു ഇതിൽ നമുക്ക് 5G സപ്പോർട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഒരു ഫോണിനുള്ളും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പം 5G സപ്പോർട്ട് വരുന്നില്ല. പിന്നെ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ തന്നെ 4GB റാമും 64GB ഇൻറ്റേർണലൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ 6GB റാമും 128GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. LPDDR4Xൻ്റെ റാമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. ഇതിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഡൈനാമിക് റാം എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ 6GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. 3.5mm മോഡി ജാക്കൊക്കെ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ Android 13 ബേസ് ചെയ്തിട്ടുള്ള Realme സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 50 മെഗാപിക്സലിൻ്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ രണ്ടാമത് ഒരു AI ലെൻസും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ 8 മെഗാപിക്സലിൻ്റെ f2.0 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയും വരുന്നുണ്ട്. അപ്പം ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തരക്കേടില്ലാത്ത ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് തരക്കേടില്ലാത്ത ഫീച്ചേഴ്സിൻ്റെ ലിസ്റ്റിൽ പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ അങ്ങനെയുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൻ്റെ 4GB റാം വെർഷൻ്റെ വില വരുന്നത് 8999 രൂപയാണ്. അതുപോലെ തന്നെ 6GB റാം വെർഷൻ്റെ വില വരുന്നത് 10999 രൂപയാണ്. പിന്നെ മെയ് 24 മുതലാണ് ഈ ഫോണിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ആമസോൺ വഴിയും അതുപോലെ തന്നെ റിയൽമിയുടെ വെബ്സൈറ്റ് വഴിയുമാണ് ഈ ഫോണിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പിന്നെ ഫസ്റ്റ് സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് മെയ് 22-ന് ഒരു ഫ്ലാഷ് സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉച്ചയ്ക്ക് 2 മണി മുതൽ 4 മണി വരെയാണ്. ആ ഒരു സെയിലിൽ 4GB റാം വെർഷന് 750 രൂപയുടെ ഓഫും അതുപോലെ തന്നെ 6GB റാം വെർഷന് 1000 രൂപയുടെ ഓഫും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഫസ്റ്റ് സെയിലിൽ, അതായത് മെയ് 24-നുള്ള സെയിലിൽ 4GB റാം വെർഷന് 500 രൂപയുടെ ഓഫും 6GB റാം വെർഷന് 1000 രൂപയുടെ ഓഫും ലഭിക്കുന്നതായിരിക്കും.
പിന്നെ HDFCയുടെ കാർഡൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1000 രൂപയുടെ ഓഫ് ലഭിക്കുന്നതായിരിക്കും. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയൽമി നാർസോ N53 എന്ന ഫോണിൽ ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. എടുത്തു പറയേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മിനി ക്യാപ്സ്യൂൾ എന്നുള്ള ഫീച്ചറും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസ്പ്ലേയിൽ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബാക്കി ഫീച്ചേഴ്സ് വലിയ തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സ് എന്നൊക്കെ പറയാവുന്നതാണ്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് കൂടിയ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന, അതുപോലെ തന്നെ നല്ലൊരു ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുമായിട്ട് വരുന്ന, പിന്നെ മിനി ക്യാപ്സ്യൂൾ എന്നുള്ള ഫീച്ചറൊക്കെ ആയിട്ട് വരുന്ന ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ നോക്കാവുന്നതാണ്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ബാക്കി ഫീച്ചേഴ്സും അത്യാവശ്യം തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സാണ്. എന്തായാലും റിയൽമി നാർസോ N53 എന്ന ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.